യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോസിന് എത്ര വ്യൂസ് ആയി അല്ലെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വൈ സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ തംബ്നെയിൽസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹാഷ് ടാഗ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓരോ വീഡിയോസിനും എത്ര കമന്റ്സ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് എത്രത്തോളം റീച്ച് ആയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ യൂട്യൂബിന് മോണിറ്റൈസ് ചെയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം നമുക്ക് വ്യൂസ് വേണം, സബ്സ്ക്രൈബേഴ്സ് വേണം, ഇതൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും തന്നെ വൈ സ്റ്റുഡിയോ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഹൗ ടു യൂസ് വൈ സ്റ്റുഡിയോ. വൈ സ്റ്റുഡിയോ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂട്യൂബിൻ്റെ എല്ലാ പെർഫോമൻസും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വൈ സ്റ്റുഡിയോ. വൈ സ്റ്റുഡിയോ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. വൈ സ്റ്റുഡിയോയിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ അപ്ഡേറ്റ്സുകളും അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്കിപ്പം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ, തംബ്നെയിൽ മാറ്റണമെങ്കിൽ, ഡിസ്ക്രിപ്ഷൻ മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിൽ ടാഗുകൾ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, ഇതൊക്കെ നമുക്ക് ഈ ഒരു വൈ സ്റ്റുഡിയോ ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ എല്ലാ പെർഫോമൻസുകളും, അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോ എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതിൽ നമുക്ക് എത്ര വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്, ഒരു വീഡിയോയ്ക്ക് തന്നെ എത്ര വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്, നമുക്ക് എത്രത്തോളം കമൻസുകൾ ഇതിൽ വന്നിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ചാനലിന് നമുക്ക് ഏണിങ്സ് കിട്ടാറായിട്ടുണ്ടോ, മോണിറ്റൈസ് ചെയ്യാറായിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കാണാൻ സാധിക്കുന്നതാണ്. അതിന് എത്ര വ്യൂവേഴ്സ് വേണം, സബ്സ്ക്രൈബേഴ്സ് വേണം, ഇതെല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കാണാൻ സാധിക്കും.